ഇറങ്ങി കളിച്ചിട്ടില്ല എങ്കിലും ഇറാൻ ആവശ്യമായ സഹായങ്ങളെല്ലാം ചൈനയും റഷ്യയും നൽകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്ന് മാത്രമല്ല, ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുക എന്ന് ഇടയ്ക്കിടയ്ക്ക് നെതന്യാഹു പറയുന്നുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം US അനുകൂലമായിട്ടുള്ള ഒരു ഭരണകൂടം ഇറാനിൽ സ്ഥാപിക്കപ്പെടുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയാത്തതാണ്. കാരണം പശ്ചിമേഷ്യയിലെ വിവിധ താല്പര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു നിലവിലുള്ള ഒരു ഷിയ ഭരണകൂടം റഷ്യയെയും ചൈനയും അനുകൂലിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ഹോർമുസ് കടലിടുക്കിൻ്റെ തന്ത്രപ്രധാനമായ നിയന്ത്രണത്തിലടക്കം ഇക്കാര്യം വളരെ നിർണായകമായിരിക്കും. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് തുടങ്ങി പശ്ചിമേഷ്യ വഴി യൂറോപ്പിലേക്കും അതുവഴി ആഫ്രിക്കയിലേക്കും കടന്നു പോകുന്ന ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതി അടക്കമുള്ള വലിയ ബൃഹത് പദ്ധതികൾക്ക് സ്വാഭാവികമായും ഈ പശ്ചിമേഷ്യയിൽ ഇറാന്റെ അടക്കം സാന്നിധ്യം, സഹകരണം ആവശ്യമാണ്. അതുകൊണ്ട് കൂടിയാണ് ചൈന ഈ വിഷയത്തിൽ തന്ത്രപ്രധാനമായ ഇടപെടൽ നടത്തുന്നത്. മറുഭാഗത്ത് റഷ്യയുടെ ഇടപെടലുമുണ്ട്. റഷ്യയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയ്ക്ക് പുറമെ ഇപ്പോൾ പുതിയ പ്രസ്താവന കൂടി വന്നിരിക്കുന്നത് ന്യൂക്ലിയർ ആക്രമണം നടത്തുക അല്ലെങ്കിൽ ഇറാന്റെ ന്യൂക്ലിയർ മേഖലകൾ തകർക്കാനുള്ള, ആണവശേഷികൾ തകർക്കാനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായി ഈ മേഖലയിലാകെ അസ്ഥിരത ഉണ്ടാക്കുന്നതായിരിക്കും. അത്തരം നീക്കത്തിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങണം എന്ന് നേരിട്ട് റഷ്യ തന്നെ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ആയത്തുള്ള അലി ഖാംനായിയെ വധിക്കാനുള്ള നീക്കവും ഇവിടെ ഭരണമാറ്റം ഉണ്ടാക്കാനുള്ള നീക്കവും അമേരിക്ക നടത്തരുത് എന്ന് റഷ്യ നേരിട്ട് തന്നെ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ഗസയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മുമ്പ് നടന്ന ആക്രമണങ്ങളുടെ കാര്യത്തിലോ ഇങ്ങനെ നേരിട്ട് റഷ്യ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ നയതന്ത്രമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് സഹായം പല ഭാഗത്ത് നിന്നും ഇറാന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിർണായകം ഇവിടെ സുഹൈൽ, ഇറാന്റെ താല്പര്യം എന്തായിരിക്കും? റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഈ യുദ്ധം, ഈ സംഘർഷം തുടരാൻ തന്നെയായിരിക്കും, അതോ ഈ സമവായ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഫോർമുല അത് അംഗീകരിച്ച്, ആ ഉപാധികൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാനായിരിക്കും? യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ഒരിക്കലും ഇറാൻ ആഗ്രഹമില്ല. നേരത്തെ തന്നെ ആദ്യ ദിവസത്തിൽ തന്നെ ഇറാൻ വ്യക്തമാക്കിയതാണ്. ഈ സമാധാനമാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. യുദ്ധം തുടങ്ങിവെച്ചത് ഇസ്രായേലാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ആരെങ്കിലും ഒരൊറ്റ ഫോൺ കോൾ ചെയ്താൽ, അമേരിക്ക ഇസ്രായേലിന് ഒരു ഫോൺ കോൾ ചെയ്താൽ ഈ യുദ്ധം അവസാനിക്കും, അതോടുകൂടി അവസാനിപ്പിക്കാം എന്ന് ഇറാൻ പലതവണ വ്യക്തമാക്കിയതാണ്. ഇസ്രായേൽ ഇങ്ങനെ ആക്രമണങ്ങൾ തുടരുകയും അവരുടെ ആയുധശേഷിയും അതേപോലെ തന്നെ ഭരണമാറ്റവും, ആയുധശേഷി തകർക്കുക, ഭരണമാറ്റം ഉണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഇസ്രായേൽ മുന്നിൽ വയ്ക്കുമ്പോഴാണ് കനത്ത മിസൈൽ ആക്രമണങ്ങൾ, പ്രതിരോധം ഇറാന് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഇസ്രായേൽ അവസാനിപ്പിച്ചാൽ, അമേരിക്ക അവസാനിപ്പിച്ചാൽ ആ നിമിഷം തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ നയതന്ത്ര ചർച്ചകളിലേക്ക്, വട്ടമേശകളിലേക്ക് ഇറാൻ പോകുന്നത് സ്വാഭാവികമായും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ്. പ്രധാനമായും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഉപരോധമടക്കമുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, ഇതെല്ലാം കുറേ കാലമായി ഇറാനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു യുദ്ധത്തോടു കൂടി ആ ഉപരോധം നീക്കിക്കിട്ടാൻ സഹായകരം ആകുമെങ്കിൽ സ്വാഭാവികമായും ഇറാൻ അതൊരു നേട്ടം കൂടിയായിരിക്കും. കാരണം കുറച്ച് നാശനഷ്ടങ്ങൾ സഹിച്ചാലും ഉപരോധം നീക്കുക, പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം നീക്കുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക മേഖലയ്ക്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് തങ്ങളുടെ അജണ്ടയിലില്ല എന്ന് ഇറാൻ പറയുന്നു. ന്യൂക്ലിയർ ആവശ്യങ്ങൾ, യുറേനിയം സമ്പുഷ്ടീകരണം, അത് സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എൻറിച്ച്മെൻറ്റ്, അത് നിർത്തിവെക്കണം എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ സ്വാഭാവികമായും ഉപരോധത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന് ഇറാൻ പറയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ലക്ഷ്യം സ്വാഭാവികമായും ഈ യുദ്ധം അവസാനിക്കുക, സാമ്പത്തികമായി ഉപരോധങ്ങൾ അവസാനിക്കുക, അമേരിക്കയുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായും കൂടുതൽ ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അപ്പോഴെല്ലാം പ്രധാനം നെതന്യാഹുവിൻ്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമാണ്. നെതന്യാഹു പറയുന്നത് അമേരിക്ക ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും ഒറ്റയ്ക്ക് ഈ ലക്ഷ്യങ്ങൾ നേടും എന്നുള്ളതാണ്. അവരുടെ ആണവശേഷി ഞങ്ങൾ തകർക്കും എന്നുള്ളതാണ്. അപ്പോൾ 30,000 പൗണ്ട് ബോംബും ബങ്കർ ബസ്റ്റർ ബോംബില്ലാതെ അവരുടെ ഫൊർദോ ആണവ നിലയമടക്കം തകർക്കാൻ ഇസ്രായേലിന് സാധിക്കില്ല എന്നാണ് ലോകം കരുതുന്നത്. അമേരിക്ക തന്നെ അതാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത്തരം ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ ആയുധങ്ങളില്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾ നടത്താനും അതേപോലെ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായിയെ വധിക്കാനും അതേപോലെ തന്നെ ഒരു ഭരണമാറ്റമുണ്ടാക്കാനും ഇസ്രായേലിന് സാധിക്കുമോ? അത് സാധിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വീണ്ടും വീരവാദങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് പെട്ടെന്ന് ഈ കളത്തിലേക്ക് ഇറങ്ങാത്തതിൽ നെതന്യാഹു വളരെ വലിയ അസ്വസ്ഥനാണ്. കാരണം നിങ്ങളുടെ മുകളിൽ ബോംബുകളും മിസൈലുകളും വന്ന് വീഴാത്തത് കൊണ്ടാണ് നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങാത്തത് എന്ന് ഇസ്രായേൽ ട്രംപിനെ ചൊടിപ്പിക്കുകയാണ്. ആ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയാണ്. പക്ഷേ ട്രംപിൻ്റെ മേഗാ ക്യാമ്പിൽ വലിയൊരു റിഫ്റ്റാണ് ഈ ഒരു ഇറാൻ യുദ്ധത്തോടു കൂടി വന്നിരിക്കുന്നത്. ഒരു കൂട്ടർ പറയുന്നു യുദ്ധത്തിന് ഇറങ്ങണമെന്ന്, പക്ഷേ ഭൂരിഭാഗവും പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത, അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത ഈ ഒരു യുദ്ധത്തിൽ
ഇസ്രായേലിന് വേണ്ടി മാത്രം കളത്തിലിറങ്ങുന്നത് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ താല്പര്യങ്ങൾക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വിഘാതമാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സൈനികരെയും നമ്മുടെ യുദ്ധ സംവിധാനങ്ങളെയും നേരിട്ട് ഇതിൽ പങ്കാളികളാക്കുന്നത് തടയണം എന്നുള്ളതാണ് ഈ ട്രംപ് ക്യാമ്പിലെ തന്നെ ബഹുഭൂരിഭാഗവും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 2 ആഴ്ചത്തെ സമയം ഇറാന് കൊടുക്കാം. അതോടുകൂടി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെങ്കിൽ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ, അതായത് ആണവായുധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഭീഷണിയെങ്കിലും ഇല്ലാതെയാക്കാൻ അവർ സഹകരിക്കും എന്നാണ് ഈ ട്രംപിൽ ഭരണകൂടത്തിലെ ഈ ചേരി വിചാരിക്കുന്നത്. അതിനുവേണ്ടി അവർക്ക് വഴങ്ങിയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്.